ഹായ് ഗെയ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ നാളത്തെ എക്സാമിൻ്റെ വരാവുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന കുറേ ചോദ്യങ്ങളാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടാണ്, ഓരോ ചാപ്റ്റർ വൈസ് ആണ്. ആ ചാപ്റ്ററിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാം എന്ന രീതിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ചോദ്യങ്ങളിലേക്ക് പോകാം. ഗെയ്സ്, നമുക്കിനി നമ്മളെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓരോ ചാപ്റ്റർ ബേസ്ഡാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കിസ് വിധ കി രചന. വിധ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള രചനയാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ബീർബഹൂട്ടി ഏത് തരത്തിലുള്ള രചനയാണെന്ന് ചോദിക്കാം, അതിൻ്റെ എഴുത്തുകാരൻ്റെ പേര് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങളത് പഠിച്ചു വെക്കണം, എല്ലാ ചാപ്റ്ററിൻ്റെയും കേട്ടോ. പിന്നെ ഉനേം ബീർബഹൂട്ടിയും കൊ മിൽന ഹോത്താത, അവർക്ക് ബീർബഹൂട്ടികളെ കാണണമായിരുന്നു. അപ്പോൾ അവിടെ ഉനേമേ നിഹിത് സർവനാം ക്യാ ഹെ, ഉനേമിൽ പറയുന്ന സർവനാമം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സർവനാമം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓരോരോ സെക്ഷൻ ബേസ്ഡ് ആയിട്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ വേർബ് പ്ലസ് കാ വേർബ് പ്ലസ് കെ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നേയുടെ പ്രയോഗമാണ്. വഹ് പ്ലസ് നേ ഉസ്നെ, യഹ് പ്ലസ് നേ ഇസ്നെ എന്ന് വരും. അപ്പോൾ വേ പ്ലസ് നേ ഉനേം എന്ന് വരും. വേ പ്ലസ് നേ ആണ് വരിക. അതുപോലെ തന്നെ എ പ്ലസ് നേ എന്ന് പറയുമ്പോൾ ഇനേം എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം കറക്റ്റ് ഓർമ്മ വരികയാണെങ്കിൽ ഇത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ബീർബഹൂട്ടിയും കി വിശേഷതായും ലിഖി എന്ന് ചോദിക്കാം. അപ്പോൾ ബീർബഹൂട്ടികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സുർഗ്, മുലായം, ഗദ്ബദി ഓർ ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത് ഫുലേര ജംഗ്ഷൻ കി വിശേഷതായും. ഫുലേര ജംഗ്ഷൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ ഒരു ജംഗ്ഷനിൽ ഒരുപാട് ഖാമോഷി ഗഡി ബിജ്ലി കെ ഗംബെ, നിശബ്ദമായിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ കുതിരകളുടെയും കഴുതകളുടെയൊക്കെ കുളമ്പടി ശബ്ദങ്ങൾ കേട്ടിരുന്നു. ഒരു കുംഹാർ, അല്ല ശരീരം മറയ്ക്കാത്ത ഒരു കുംഹാറിനെ നമുക്കവിടെ കാണാൻ പറ്റിയിരുന്നു, അല്ലേ. അപ്പോൾ അങ്ങനെ സൂനി തങ്ക് ഗലി, അതായത് നിശബ്ദമായിട്ടുള്ള ഒരു ഗലിയാണ്, ഒരു താഴ്വരയല്ല, ഒരു തെരുവാണ്. നിശബ്ദമായിട്ടുള്ള തെരുവിലൂടെയാണ് ആ ഒരു കുട്ടികൾ നടന്നു പോകുന്നത്. അപ്പോൾ അവിടെ മാൽഗാഡിയോം ഓർ നമ്മൾ ചരക്ക് വാഹനങ്ങളാലും സവാരി ഗാഡിയോംസെ സദാബറ ഫുലേര ജംഗ്ഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുലേര ജംഗ്ഷൻ്റെ വിശേഷതകൾ ഇത്രയൊക്കെയാണ്. അത് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അടുത്തത് സുരേന്ദർ മാഡ് സാബ് കി ചരിത്ര ടിപ്പണി ഓർ സഹി പ്രസ്താവ്. ഇവിടെ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സുരേന്ദർ മാഡ് സാബ് കി ചരിത്ര ടിപ്പണി ലിഖിയെ, ഇയാൾക്ക് നല്ലതൊന്നുമില്ല, നെഗറ്റീവ്സ് മാത്രമാണ് വരുന്നത്. കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നത് തെറ്റായിരിക്കാം, അല്ലേ. കുട്ടികളോട് മോശമായിട്ടുള്ള ബിഹേവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയായിരിക്കാം. അപ്പോൾ അവിടെ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. സുരേന്ദർ മാഡ് സാബിക്ക് ചരിത്ര ടിപ്പണി, സുരേന്ദർ മാഡ് സാബിൻ്റെ ചരിത്ര ടിപ്പണി എഴുതാൻ പറയാം. അതല്ലെങ്കിൽ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയേ, അതായത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ അവിടെ തെറ്റായിട്ടുള്ള കുറേ കൊടുത്തിട്ടുണ്ടാവും, ശരിയായതും കൊടുത്തിട്ടുണ്ടാവും. അതിന് പിക്ക് ചെയ്തെടുത്ത് എഴുതണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സുരേന്ദർജി മാഡ് സാബ് ബച്ചോംകോ ബഹുത്ത് പ്യാർ കർത്തേതേ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കാം? അത് വളരെ തെറ്റാണ്. കാരണം നല്ല കാര്യങ്ങളൊന്നും ഇയാൾക്കില്ല എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഫുള്ള് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് പാഞ്ച്വീം കക്ഷാക്ക റിസൾട്ട് ആകയ ദോനോം ചടിമേം ആകെ, അതായത് 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു, രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് എത്തി. ദോനോം കെ ബീച്ച് ആനെ വാലി വാർത്താലാബ് തയ്യാർ കരീം, രണ്ടു പേർക്കും ഇടയിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു വാർത്താലാബ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാർത്താലാബിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ വാർത്താലാബിൻ്റെ കൂടെ മേ ബി ചിലപ്പോൾ ഓർ ക്വസ്റ്റ്യനായിട്ട് പടുക്കഥ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, തിരക്കഥ എഴുതാൻ പറയാം. അപ്പോൾ 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്ന് രണ്ടുപേരും വേറെ വേറെ സ്കൂളിലേക്കാണ് പോയത്. സാഹിൽ ഒരു സ്കൂളിലേക്കും അതുപോലെ തന്നെ ബേല വേറൊരു സ്കൂളിലേക്കും, രാജകീയ കന്യാ പാഠശാല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി പേജ് നമ്പർ 12 ഒരു സഖി മിലാൻ കാര്യം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സാഹിൽ കി ആംഗേം ബീർബഹൂട്ടി തര ലാൽ ഹോനെലക്ക എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക കേട്ടോ. പേജ് നമ്പർ 12 ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി മാഡ് സാബ് കി വ്യവഹാർ മേം ബേല ബഹുത് ദുഃഖ് ഹുയി, ആ അധ്യാപകൻ്റെ സ്വഭാവത്തിൽ ബേല ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ. ഉസ് ദിൻ കി ഡയറി കൽപ്പന കർക്കേലിക്ക്, ആ ദിവസത്തെ ഡയറി എഴുതാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ബേല ബഹുത്ത് ദുഃഖ്, അല്ലേ, ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു ബേലയ്ക്ക്. ആ ഒരു ടൈപ്പ് ഡയറിയാണ് നമ്മളവിടെ എഴുതി വെക്കേണ്ടത്. കാരണം മാഡ് സാബ് കി വ്യവഹാർ ഒത്തനി ഖരാബ് ദി, അത്രയും മോശമായതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡയറി എഴുതണം. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ.
ഇനി അടുത്തത് ബാരിഷ് ആനമേ 1.5 മഹീന ബാക്കിയത. മഴ വരാനായിട്ട് ഇനി 1.5 മാസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. യഹ് ബാരിഷോം കി പെഹലെ ബാരിഷ് കാ ദിൻ. ഇത് മഴക്കാലത്തിന് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു. ഇസ്മേം ലേഖ ക്യാ ഇഷാര കർത്തി ഹേ. ഇവിടെ ലേഖകൻ എന്താണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പുള്ള മഴ ദിവസം എന്ന് പറയുമ്പോൾ അവിടെ ആ രണ്ട് വ്യക്തികളും സ്കൂളിൽ നിന്നും പോകുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട്, അതായത് ദോനോം കി ബിച്ചുടൻ മീൻസ് വേർപാടിനെ പറ്റിയിട്ടാണ് ഇഷാര കർത്തി ഹേ അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ലേഖ ക്യാ ഇഷാര കർത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ദോനോം ബേല ഓർ സാഹിൽ കി ബിച്ചുടൻ വേർപാടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈസ് ഘടന കെ ആധാർ പർ, ഈ ഒരു സംഭവത്തിനെ ആധാരമാക്കിക്കൊണ്ട് ബേല സാഹിൽ കോ എക്ക് പത്ര ലിഖ. ബേല സാഹിലിന് ഒരു കത്ത് എഴുതുകയാണ്. അപ്പോൾ ഒരു വേറെ സ്കൂളിലേക്ക് പോയി അല്ലേ, അവർ രണ്ടുപേരും അവിടെ നിന്നൊരു കത്ത് എഴുതുന്ന സമയത്ത് വഹ് പത്ര കൈസാ ഹോക, ആ ലെറ്റർ എങ്ങനെയായിരിക്കാം. അപ്പോൾ പത്രിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത ചാപ്റ്ററാണ് ഹതാശാസേക്ക് വ്യക്തി ബൈറ്റ് കയാത. കവി ഓർ കവിതാക്കോ പരിചയ ദേത്തെ ഹുയെ. കവിയെയും അതുപോലെ തന്നെ കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാംശ ക ആശയ ലിഖിയെ എന്ന് ചോദിക്കാം. അപ്പോൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇതേപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. കവി ഓർ കവിതാക്കോ പരിചയ ദേത്തെ ഹുയെ, കവിയെയും കവിതേനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാംശ ക ആശയ ലിഖിയെ, മുകളിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നീച്ചെ ദിയെ അല്ലേ, കവിതാംശ ആശയ ലിഖിയെന്ന് ചോദിക്കാം. താഴെ കൊടുത്ത കവിതയുടെ ആശയം എഴുതാൻ. അപ്പോൾ കവിനെ പറ്റി എഴുതണം, കവിതേനെ പറ്റി എഴുതണം, കിസ് വിധാക്കി രചന എന്ന് എഴുതണം, അതുപോലെ തന്നെ ആശയത്തിലെ സബ്ജക്റ്റ് എന്തിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കണമെന്ന് എഴുതണം, പ്ലസ് അതിൻ്റെ സന്ദേശം കൂടെ നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ആശയത്തിൻ്റെ ടിപ്പണിയുടെ സന്ദേശമൊക്കെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ജാന്നേക്ക് റൂഢിഗ്രസ്ത് ഓർ അസലി അർത്ഥ ക്യാ ക്യാ ഹേ. ഒരു വ്യക്തിയെ ജാന്നേക്ക് അറിയുവാനുള്ള റൂഢിഗ്രസ്ത് അർത്ഥ് പരമ്പരാഗതമായ രീതി, ഓർ അസലി അർത്ഥ് യഥാർത്ഥ അർത്ഥം അല്ലേ. അപ്പോൾ റൂഢിഗ്രസ്ത് ഓർ അസലി അർത്ഥ് പരമ്പരാഗതമായിട്ടുള്ള അർത്ഥവും യഥാർത്ഥ അർത്ഥവും ക്യാ ക്യാ ഹേ എന്തെല്ലാമാണെന്ന് ചോദിക്കാം. അപ്പോൾ അത് രണ്ടും പഠിച്ചു വെക്കുക. ഒരു വ്യക്തിയെ പരമ്പരാഗതമായിട്ട് മനസ്സിലാക്കുന്നത് പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനെ അസലി അർത്ഥം എന്ന് പറയുന്നത് ഹതാശ, നിരാശ, അസഹായത കോ ജാന്ന അല്ലേ. ഹതാശയും നിരാശയും അസഹായതയും അറിയുന്നതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇസ് കവിത കാ സന്ദേശ് ലിഖിയെ. ഈ കവിതയുടെ സന്ദേശം എഴുതാൻ പറയുന്നുണ്ട്. ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യത ഹോന ജറൂരി ഹേ, ജാൻകാരിയാം ജറൂറത്ത് നഹി ഹേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇസ് കവിത കാ രചയിത കോൻ ഹേ, കവിത എഴുതിയുള്ള പേരാണ് ചോദിച്ചിരിക്കുന്നത്. ടിപ്പണി കി ലേഖ കോൻ ഹേ, ടിപ്പണി എഴുതിയുള്ള പേരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളതിൽ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. സിമ്പിളാണ്, ഓരോ ചാപ്റ്റർ ബേസ്ഡായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇനി അടുത്തതാണ് ടൂട്ടാ പഹിയ എന്ന് പറയുന്നത്. അപ്പിനെ പക്ഷുക്കോ അസത്യ ജാനത്തെ ഹുയെ, തൻ്റെ ഭാഗത്ത് അസത്യമാണെന്ന് അറിഞ്ഞിട്ട് കൂടി ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥന്മാർ അഖേലി നിഹത്തി ആവാസ്കോ, ഒറ്റയ്ക്കുള്ള നിരായുധരായിട്ടുള്ള ശബ്ദത്തെ അപ്പിനെ ബ്രഹ്മാസ്ത്രം സെ കുജൽ ദേന ചാഹി, തൻ്റെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു. ഇൻ പങ്ക്തിയൊക്കെ ആശയം ലിഖിയേ. അപ്പോൾ ഇവിടെ ഈ വരികളുടെ ആശയം എഴുതാനാണ് പറയുന്നത്. അപ്പിനെ പക്ഷുക്കോ അസത്യ ജാനത്തെ ഹുയേബി, തൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് കൂടി ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥന്മാർ അഖേലി നിഹത്തി ആവാസ്കോ, അതായത് ഒറ്റയ്ക്കുള്ള നിരായുധരായിട്ടുള്ള ആൾക്കാരെ അപ്പിനെ ബ്രഹ്മാസ്ത്രം സെ കുജൽ ദേന ചാഹി, തൻ്റെ ആ ഒരു ബ്രഹ്മാസ്ത്രം അതിന് അധികാരം കൊണ്ട് സാധാരണ ജനങ്ങളെ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആശയം എഴുതാൻ പറയുകയാണെങ്കിൽ ഈ അംശ് ഇസ് പാഠഭാഗാഹെ ടൂട്ടാ പഹിയ എന്ന് എഴുതുക, ലേഖകൻ്റെ പേര് എഴുതുക. ഈ ഒരു ആശയത്തിനെ പറ്റി ഇത് നിങ്ങൾ എഴുതുമ്പോൾ ഈ ഒരു 4 വരി എഴുതി വയ്ക്കുക, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് അതിൽ എഴുതേണ്ടത്. പിന്നെ അടുത്ത് കവിത പ്രതീക് കിസ്കെ പ്രാതിനിധിത്വ കർത്താഹെ. അപ്പോൾ അവിടെ പ്രതീക് കൊടുത്തിട്ടുണ്ട്, അതെന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. തബമേ രഥുക്ക ടൂട്ടാ പഹിയ, അപ്പോൾ ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ഉനിക്കെ ഹാത്തോം സെ ബ്രഹ്മാസ്ത്രം സെ ലോഹാലെ സക്താഹും, അവരുടെ കൈകളിൽ നിന്നുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രങ്ങൾക്കെതിരെ നേരിടാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇൻ പങ്ക്തിയോമേം ചർച്ചിത് പൗരാണിക് സന്ദർഭ് വർത്തമാൻ പരിവേഷ്മി കഹാൻ തക് പ്രസംഖ്യ. ഇവിടെ കൊടുത്തിരിക്കുന്ന പൗരാണിക് സന്ദർഭ്, പൗരാണിക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ വർത്തമാൻ പരിവേഷ്മയും നമ്മളെ ആജ് കി സമാജ് ഓർ ആജ് കി അല്ലെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് എത്രത്തോളം അല്ലെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ ആ ഒരു രീതി മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന വരികൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വരികൾ നമ്മളെ സമൂഹത്തിലെ സിറ്റുവേഷനുമായിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ഉൻകെ ഹാത്തോംസെ അവരുടെ കൈകളിൽ നിന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രോംസെ ലോഹാലയ സക്താഹും ബ്രഹ്മാസ്ത്രങ്ങൾക്കെതിരെ നേരിടാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കിയെടുക്കുക, സാധാരണ ജനങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, പൊട്ടിയ ചക്രമാണെങ്കിലും ഇതേപോലുള്ള അധികാരി വർഗത്തിൻ്റെ അധികാരങ്ങൾ അധികാരി വർഗത്തിൻ്റെ കയ്യിലുള്ള അധികാരങ്ങൾ സാധാരണ ജനങ്ങളെ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അതെങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആജിക്ക് സമാജ്മേം കിത്തിനി പ്രാസംഗിക ഹോത്താ ഹെ, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് കൂടെ നിങ്ങളതവിടെ എഴുതി വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയെടുക്കുക. അടുത്ത് അയാം കലാം കെ ബഹാനെ മിഹിർ ഓർ മോർപാൽ കി ദോസ്തി കൈസെ ബഡ് ജാത്തി തി. മിഹിറിൻ്റെയും മോർപാലിൻ്റെയും സൗഹൃദം എങ്ങനെയാണ് വളർന്ന് വലുതായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിഹിറിൻ്റെയും മോർപാലിൻ്റെയും സൗഹൃദം എങ്ങനെ വളർന്നു എന്നത് നമുക്കറിയാം. കാരണം അവർ ആ ഒരു ഇൻ്റർവെൽ ടൈമിൽ അവരുടെ ലഞ്ച് ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ ബദല കർണയ്ക്ക് ബാദ് ദോനോം കി ദോസ്തി ബഡ് ജാത്തി തി, രണ്ടുപേരുടെയും സൗഹൃദം വലുതായിട്ടുണ്ടായിരുന്നു. രൺവിജയ് ഓർ കലാം കി ദോസ്തി കൈസെ ബഡ് ജാത്തി തി, രൺവിജയിൻ്റെയും കലാമിൻ്റെയും സൗഹൃദം എങ്ങനെയാണ് വലുതായിട്ടുണ്ടായിരുന്നത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ദോനോം കെ ബീച്ച് ഒരു വാർത്താലാപ് ഹുയി തി, രണ്ടുപേരുടെ ഇടയിൽ ഒരു വാർത്താലാപ് ഉണ്ടായിരുന്നു. ഉസ് ആ വാർത്താലാപിൽ നിന്നുമാണ് അവരുടെ ആ ഒരു സൗഹൃദം ഡെവലപ്പായിട്ടുണ്ടായിരുന്നത്. കുതിര സവാരി നടത്താൻ അറിയുമോ, ഓട്ടത്തിന് പുറത്ത് കയറാൻ അറിയുമോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാം. മിഹിർ ഓർ മോർപാൽ കി ചരിത്ര ടിപ്പണി ലിഖിയെ, മിഹിറിൻ്റെയും മോർപാലിൻ്റെയും ചരിത്ര ടിപ്പണി എഴുതാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിഹിറിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിഹിറിന് സ്കൂളിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു എന്നും അമീർ ആത്മീയാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. മോർപാലാണെങ്കിൽ ഗരീബ് വ്യക്തിയാണ്, സ്കൂളിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചരിത്ര ടിപ്പണി രണ്ടുപേരുടെയും പഠിക്കുക. രൺവിജയിൻ്റെയും കലാമിൻ്റെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിഹിറിൻ്റെ അതേപോലെ തന്നെയാണ് രൺവിജയ്, മോർപാലിൻ്റെ അതേപോലെ തന്നെയാണ് കലാമും വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ജീവനി, അതായത് നമ്മളെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണെങ്കിൽ രണ്ടാമത് ഫിലിമിൽ സംഭവിച്ച കാര്യങ്ങളാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്, ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾ നല്ലപോലെ സെക്ഷനാക്കിയിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇനി അടുത്തതാണ് അയാം കലാം കെ ബഹാനെ ഫിലിം കാ നിർദ്ദേശക് കോൻ ഹെ. അയാം കലാം ഫിലിമിലെ നിർദ്ദേശകൻ ആരാണ്, അതായത് ഡയറക്ടർ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് പഠിച്ചു വയ്ക്കുക. പേര് സംബന്ധ് നീൽമാധവ് പാണ്ഡെയാണ് കേട്ടോ ആൻസർ വരിക. സംബന്ധ് പഹചാൻകർ സഹി മിലാൻ കരീം, പേജ് നമ്പർ 37 ഒരു മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പ്രത്യേക പാത്ര ക്യാ കർത്താ ഹെ, പേജ് നമ്പർ 36 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. മിഹിർ ഓർ മോർപാൽ കി ജീവൻ കി അനുഭവം കി ബാരമേം ടിപ്പണി ലിഖിയെ, മിഹിറിൻ്റെയും മോർപാലിൻ്റെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പറ്റിയിട്ട് ഒരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിപ്പണിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം, മിഹിറിൻ്റെയും മോർപാലിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളെ പറ്റിയിട്ടൊരു ടിപ്പണി എഴുതാനാണ് അല്ലേ. അപ്പോൾ മിഹിറിന് സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു, മറ്റാൾക്ക് സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, രണ്ടുപേരും നല്ല സൗഹൃദമായിരുന്നു. ആ മുകളിൽ കൊടുത്ത അതേ കാര്യം തന്നെ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയാണ് അതിൽ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇനി പേജ് നമ്പർ 37 ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്. ആ ഡയറി നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയാം കലാം കെ ബഹാനയിൽ നമ്മൾ നോക്കിയെടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ചാപ്റ്റർ ബേസ്ഡ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് സബ്സേ ബഡേ ഷോമാനാണ്. ചാർലിക്ക് വജൻ ക്യാ ഹെ, ചാർലിയുടെ വജൻ, അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കോട്ട് എന്താണെന്നുള്ളതാണ്. അപ്പോൾ കോട്ട് പറയുമ്പോൾ മുജെ ബാരിഷ് മേം ചലന പസന്ത് ഹെ എന്ന് പറഞ്ഞിട്ടൊരു കോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, അതാണ് അവിടെ എഴുതി വയ്ക്കേണ്ടത്. ഗാത്തെ ഗാത്തെ മാം കി ആവാസ് പഠിക്കർ ഫുസ്ഫുസാഹട്ട് മേം തബ്ദീൽ ഹോ ഗയ, പാടി പാടി അമ്മയുടെ ശബ്ദം ഇടറിയിട്ട് ഫുസ്ഫുസാഹട്ട് മേം തബ്ദീൽ ഹോ ഗയ, ഒരു പിറുപിറുക്കലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ലോകം കെ ലഗ മൈക്ക് മേ കുച്ച് ഖറാബി ആക്കി, ആൾക്കാർക്ക് തോന്നി മൈക്കിൽ എന്തോ മോശമായത് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഓർ മാം കോ സ്റ്റേജ് ഹടനേക്കോ മസ്ബൂർ കർണേ ലഗ, അപ്പോൾ അമ്മേനെ സ്റ്റേജിൽ നിന്നും പുറത്ത് ഇറക്കാൻ നിർബന്ധിതയാക്കി എന്നും പറയുന്നുണ്ട്. ഈസ് ഘടന കെ ആധാർ പർ ചാർലി ഉസ് ദിൻ കി ഡയറി ലിഖ വഹ് കൈസാ ഹോഗ, അപ്പോൾ ആ ദിവസത്തെ ആധാരമാക്കിക്കൊണ്ട് ചാർലി ആ ദിവസത്തെ ഡയറി എഴുതാണ്. ആ ഡയറി എങ്ങനെ ആയിരിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ആ ഡയറി നമ്മളെ ഫോർമാറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓർത്തെടുത്ത് എഴുതുക കേട്ടോ. ആ ദിവസം സന്തോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചാർലിയുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ദുനിയാക്കെ സബ്സേ ബഡേ ഷോമാൻ കി സബ്സേ ബഡേ ഷോദ, ഏറ്റവും വലിയ ഷോമാൻ്റെ ഏറ്റവും വലിയൊരു ഷോ ആയിരുന്നു. ഈസ് ഘടന പർ എക്ക് റപ്പഡ് തയ്യാർ കരയും, റിപ്പോർട്ടാണ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ശീർഷകം കൊടുക്കുക, സ്ഥലം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, സിറ്റുവേഷൻ എഴുതുക, അതായത് സിറ്റുവേഷൻ മീൻസ് വിഷയം എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തതാണ് അക്കാൽ ഓർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അക്കാൽ ഓർ ഉസ്കെ ബാദിൻ്റെ ലേഖകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി വയ്ക്കുക. ഈസ് കവി ഓർ കവിതാക്ക പരിചയത്തെ ഹുയെ,
കവിതാംശ ആശയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കവിതയുടെ ആശയം എഴുതാനായിട്ട്. കവി അകാൽ ക ചിത്रण കിസ് പ്രകാർ കിയാ ഹെ. അപ്പോൾ അകാലിൻ്റെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അകാൽ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. ചൂൽഹ റോയ, ചക്കി ഉദാസ് ഹോന, പിന്നെ അതുപോലെ തന്നെ ബീത്ത് പർ ചിപ്കലിയോം കി ഗഷ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 4-5 ലൈൻസ് നിങ്ങളൊന്ന് അതിൽ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ബീത്ത് പർ ചിപ്കലിയോം കി ഗഷ്ത്, ചൂഹോം കി ഹാലത്ത് ഷിക്കസ്ത്, അതുപോലെ തന്നെ ചൂൽഹോം കി റോന, ചക്കി രഹി ഉദാസ് ഹോന, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതി വയ്ക്കേണ്ടത്. കവീനെ അകാൽ കെ ബാദ് കി ഹാലത്ത്, അകാലിന് ശേഷമുള്ള ആ ഒരു അവസ്ഥയെ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എഴുതി വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാനെ ആയ ഘർ കെ അന്തർ കൈ ദിനോം കെ ബാദ് ധുവാ മുട ആംഗൻ സെ ഊപ്പർ, അല്ലേ. അതുപോലെ തന്നെ ചമക്കോടി ഗർബർ കി ആംഖേം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ 4 ലൈൻസ് മാത്രം എഴുതി വെച്ചാൽ അതിന് ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്തത് കവിതാ മേം കൈ ദിനോം തക്ക് ഓർ കൈ ദിനോം കെ ബാദ് ദുഹരാനെ കാ താത്പര്യ ക്യാ ഹോ സക്ത. കവിതയിൽ കൈ ദിനോം തക്ക് ഒരുപാട് ദിവസങ്ങൾ വരെ, ഓർ കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ വരെ ആ വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ ദാരിദ്ര്യം മാറി എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി ഠാക്കൂർ കാ കുവാമാണ്. ഇതിൽ ഗംഗിക്ക് ചരിത്ര ടിപ്പണി ലിഖിയെ, ഗംഗിയുടെ ചരിത്ര ടിപ്പണിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രേംചന്ദ് കെ ബാരമേം 4 വാക്യ ലിഖിയെ. ഇപ്പോൾ ഇതുവരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യനാണ് പ്രേംചന്ദിനെ പറ്റിയിട്ട്. പ്രേംചന്ദ് ഹിന്ദി ഉപന്യാസ സാമ്രാട്ടാണ്, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു 4-5 ലൈൻസ് ചോദിക്കാം. ഓക്കെ, എഴുതാൻ പറയാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബാക്കിൽ ഠാക്കൂർ കാ കുവാം എന്നുള്ള പാഠഭാഗത്തിൻ്റെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഉപന്യാസ സാമ്രാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേജ് നമ്പർ 59 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഠാക്കൂർ കാ കുവാമിൽ മാച്ച് ദ ഫോളോവിങ് ആണ്, അത് കറക്റ്റ് മനസ്സിലാക്കുക. ഇൻ വ്യവഹാരോം സെ ഗംഗി ഓർ ഗംഗിക്ക് കോൻ കോൻ മനോഭാവ് പ്രകട് കർത്ത. ഈ ഒരു സ്വഭാവത്തിൽ ഗംഗിയുടെ മാച്ച് ദ ഫോളോവിങ് അല്ല, സോറി, അവർ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ വ്യവഹാരോം സെ ഗംഗിക്ക് കോൻ കോൻ മനോഭാവ് പ്രകട് കർത്ത. ഗംഗിയുടെ എന്തെല്ലാം മനോഭാവമാണ് അവിടെ പ്രകടമാകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പേജ് നമ്പർ 59 എടുത്താൽ കാണാൻ പറ്റും. ഇൻ വിചാരോമ്യം കോൻ കോൻ സി ദൃഷ്ടികോൺ പ്രകട് കർത്തേഹ്. ഇതിൽ എന്തെല്ലാമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രേംചന്ദിനെ പറ്റിയിട്ടും ഗംഗിയെ പറ്റിയിട്ട് ചരിത്ര ടിപ്പണിയൊക്കെ പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ബസന്ത് മേരാ ഗാവ് കാ. അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ വരാവുന്ന ചോദ്യം ഫൂൽദേയ് ത്യോഹാറിനെ പറ്റി എഴുതാനാണ്. അതിനെപ്പറ്റി ടിപ്പണി എഴുതാൻ പറയാം, അല്ലെങ്കിൽ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക എന്നും പറയാം. അപ്പോൾ ഫൂൽദേയ് ത്യോഹാറിനെ പറ്റി പറയുന്നുണ്ട്, ടിപ്പണി തയ്യാർക്കാരെ ഒരു ടിപ്പണി എഴുതാൻ പറയാം. അപ്പോൾ അവിടെ ടിപ്പണി എഴുതുമ്പോൾ ചാപ്റ്ററിൻ്റെ പേര്, റൈറ്ററുടെ പേര്, ഫൂൽദേയ് ത്യോഹാറിനെ പറ്റി എഴുതുക. എന്തെല്ലാമാണോ നമ്മളതിൽ പഠിച്ചിട്ടുള്ളത് അതെല്ലാം എഴുതി വയ്ക്കുക. കുട്ടികളുടെ ഉത്സവമാണ്, വലിയവർ സലാഹ് ദേ തീതി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഉത്സവത്തിൽ ഔജി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലേ. അതുപോലെ പശുചാരക എന്ത് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇൻ ഫൂലോം ക റിംഗാൽ സെ ബനി ഗാസ്തരയ്ക്ക് ടോക്കരിയമേ രക്ക് ജാത്താ ഹെ. പേജ് നമ്പർ 73 ക്വസ്റ്റ്യൻ ഉണ്ട്. യഹ് ഫൂലോം കോ റിംഗാൽ സെ ബനി ഗാസ്തരയ്ക്ക് ടോക്കരിയമേ കിസ്കെ ദ്വാര രക്ക ജാത്ത. എന്ത് വഴിയാണ് അവിടെ വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഹ് ഫൂലോം കോ റിംഗാൽ സെ ബനി ഗാസ്തരയ്ക്ക് ടോക്കരിയമേം രഗാ ജാത്താ ഹെ, അല്ലേ. അത് എന്തിൻ്റെ ഊപ്പറിലാണ് വെക്കുന്നത്? ഗാഗറോം കെ ഊപ്പർ രഗാ ജാത്താ ഹെ, ഒരു മൺകുടത്തിന് മുകളിലാണ് വെക്കുന്നത്. ക്യോംകി വഹ് സുബഹ് തക് മുർജാന പായയും, അതായത് രാവിലെ വരെ വാടാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. മെയിൻ ക്വസ്റ്റ്യൻ ഫൂൽദേയ് ത്യോഹാറിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുക. ഇനി അടുത്തത് ദിശാഹീൻ ദിശയാണ്. ചരിത്ര ടിപ്പണി അബ്ദുൾ ജബ്ബാറിൻ്റെ, മോഹൻ രാഗേഷിൻ്റെ, അവിനാഷിൻ്റെയും. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ പേജ് നമ്പർ 78 ഒരു 2 ബോക്സ്, 78, 80 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നോക്കണം. നമൂനയ്ക്ക് അനുസാർ വാക്യമൊക്കെ ബദൽക്കർ ലിഖിയും, അതായത് ഗ്രാമാറ്റിക്കലായിട്ടുള്ള രഹാഹെ രഹേഹെ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ദിശാഹീൻ ദിശയിൽ എന്തായാലും ചരിത്ര ടിപ്പണി നിങ്ങൾ പഠിക്കണം. ഇനി ബച്ചെ കാംപാർ ജാരഹേഹെ എന്നുള്ള ചാപ്റ്ററാണ്. പേജ് നമ്പർ 92 ഫസ്റ്റ് 2 ബോക്സസ് നിങ്ങൾ നോക്കുക. പിന്നെ ബാലശ്രം കെ വിരുദ്ധക്ക് പോസ്റ്റർ തയ്യാർക്കാരെയും, ബാലവേലയ്ക്കെതിരെ ആയിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ, കവിതാംശ കാ ആശയിലേക്ക്. ഇവിടെ അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഭാഗം കൊടുത്തിട്ട് ആ ഭാഗത്തിൻ്റെ എന്ത് കൊടുക്കാൻ പറയാം, അതായത് കവിയെയും കവിതേനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാംശൻ്റെ ആശയം എഴുതാൻ പറയാം. അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. ഓക്കെ, ഓരോ സെക്ഷനായിട്ട് മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ സെക്ഷൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. ഇനി
ഗുഡലീത്തോ പരായിഹെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബുവ ക്യാ നസീഹത്തിൻ്റെ ബുവ എന്തെല്ലാം ഉപദേശങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഗുഡലിക്ക് വിശേഷതായും ക്യാ ഹെ, ഗുഡലിയുടെ വിശേഷതകൾ എന്തൊക്കെയാണ്, ഈ പാഠഭാഗമേ ലേഖ ക്യാ സന്ദേശം ദേത്തി ഹെ, എന്ത് സന്ദേശമാണ് അവിടെ നൽകിയിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഗുഡലി അപ്പിനെ മൻ കി ബാത്തേം സഹേലിക്കോ ബതാന ചാത്തി, തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കൂട്ടുകാരിയുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ലിഖി സഹേലിക്ക് നാം ഗുഡലിക്ക് പത്ര, സഹേലിയുടെ പേരിൽ ഗുഡലി ഒരു കത്ത് എഴുതുകയാണ്. ആ കത്ത് എങ്ങനെ ആയിരിക്കാം എന്നതാണ് അവിടെ പറയുന്നത്. പിന്നെ പേജ് നമ്പർ 97 ഫസ്റ്റ് ബോക്സ് പഠിക്കുക. ഈ വാക്യ കിസ്കി ഓർ ഇഷാര കർത്തി ഹെ ഇസ് പർ ആപ്കി റായ് ക്യാ ഹെ എന്ന് 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ വാക്യം എന്താണ് അവിടെ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതും ഇസ് പർ ആപ്കി റായ് ക്യാ ഹെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളതിൽ നോക്കേണ്ടത്. പിന്നെ നമുക്ക് പറയാത്തൊരു കാര്യം നമ്മളെ പിരമിഡാണ്. പിരമിഡിൽ 2 ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. അതായത് എയും ബിയും ബ്രാക്കറ്റിൽ 2 കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ രണ്ടാമത്തെ ബി എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ കാണുന്നതാണ് നമ്മൾ ഫസ്റ്റ് എഴുതി വെക്കേണ്ടത്. ഫസ്റ്റത്തെ രണ്ടാമതുമാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എല്ലാവരും കാണുക. നാളെ പറ്റുകയാണെങ്കിൽ നമുക്ക് ലൈവ് വരാം. ഓക്കെ.